നമസ്കാരം. എൻ്റെ പേര് രാജേഷ് എന്നാണ്. ഞാൻ MJ മ്യൂസിക് സോണിലെ ഒരു വിദ്യാർത്ഥിയാണ്. ബേസിക് കോഴ്സ് ലെവൽ 3യിലാണ് ഞാനിപ്പോൾ പഠിക്കുന്നത്. എനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസാണ് ഇന്നിവിടെ കിട്ടിയത്. അതുകൂടാതെ തന്നെ ഞാൻ എൻ്റെ മ്യൂസിക് പഠനം ചെറുപ്പകാലങ്ങളിലെ മുതൽ ഇപ്പോൾ വരെ പല പല ഗുരുക്കന്മാരുടെ അടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ സാധിച്ചിട്ടില്ല. പല പല കാരണങ്ങളാൽ അത് എനിക്ക് ബ്രേക്ക് വന്നിരുന്നു. ഇപ്പോൾ എനിക്ക് ഈ ഒരു പ്രായത്തിലും എനിക്ക് മ്യൂസിക് ഒരു ട്രൂപ്പിൻ്റെ കൂടെ സഹകരിച്ചിട്ട് ഞാൻ പാട്ടുകളൊക്കെ ചെറുതായിട്ട് പാടുന്നുണ്ട്. അപ്പോൾ എനിക്കെന്നും എല്ലാ ദിവസവും ഞാൻ മ്യൂസിക് കേൾക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് മ്യൂസിക്കിനോട്ട് അടങ്ങാനാവാത്ത അത്രയും ഒരു സ്നേഹവും ഭക്തിയും ബഹുമാനവും എല്ലാം ഉണ്ട്. പാട്ടുകാരെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ പാട്ടുകളും ഞാൻ കേൾക്കുകയും ചെയ്യും. ഹിന്ദി, മലയാളം, തമിഴ് ഇതെല്ലാം പാടാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഹൈ നോട്ട്സിൽ എത്തുമ്പോഴും എൻ്റെ സംഗതികളുള്ള സാധനങ്ങളൊന്നും എനിക്ക് പാടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ശാസ്ത്രീയമായിട്ട് പഠിക്കാത്തതിൻ്റെ ഒരു കാര്യമാണെന്ന് അതെനിക്ക് വളരെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പല പല ഗുരുക്കന്മാരുടെ അടുത്ത് പോകുമ്പോഴും പല പല ചില കാര്യങ്ങളുള്ളതുകൊണ്ട് എനിക്ക് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള ചില പ്രശ്നങ്ങളുള്ളത് കാരണങ്ങളും എങ്ങനെയോ അത് ബ്രേക്കായി പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ ഒരു അവസരത്തിൽ വീണ്ടും ഒരു ട്രൂപ്പിനെ ഫോം ചെയ്തിട്ട് അതിൽ ഞാൻ പാടി തുടങ്ങുമ്പോൾ എനിക്ക് ചില പാട്ടുകൾക്ക് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടോ. അപ്പോൾ വീണ്ടും എനിക്ക് പാട്ടുകൾ പാടാൻ ശ്രമിക്കാൻ സംഗതികൾ കാരണം എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒത്തിരി വളരെയേറെ പാട്ടുകൾ എനിക്ക് ഒഴിവാക്കേണ്ടി വന്നു, വളരെ വേദനയോടുകൂടി. അപ്പോൾ വീണ്ടും ഞാനൊരു സത്യം മനസ്സിലാക്കി, ശാസ്ത്രീയമായിട്ട് പഠിക്കാത്തതിലുള്ള ഒരു അപാകതയാണിത് എന്ന് എനിക്ക് വളരെ വളരെ നന്നായിട്ട് എനിക്ക് പണ്ടേ അറിയാമായിരുന്നു. പക്ഷേ എങ്ങനെയോ കാരണങ്ങളാൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ വീണ്ടും ഞാൻ MJ മ്യൂസിക് ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ വളരെ വലിയൊരു ഫാനാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടം. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇതുപോലത്തെ ഉള്ള ഒരു പോഡ്കാസ്റ്റ് ഒരു റീൽസിൽ നിന്നും കാണാൻ ഇടവന്നു. അപ്പോൾ എനിക്കത് പഠിക്കണമെന്ന് ആഗ്രഹം വന്നിട്ട് വീണ്ടും ഞാൻ കോഴ്സിന് ജോയിൻ ചെയ്തതാണ്. വളരെ ഇഷ്ടം പോലെ അനുഗ്രഹീതരായ ഒരുപാട് ഗുരുക്കൾ അതിൻ്റെ സൈറ്റിലൂടെ എനിക്ക് കാണുവാൻ സാധിച്ചു. ചിലരൊക്കെ ഐഡിയ സ്റ്റാർ സിംഗേഴ്സിലുള്ള കുറേ നമ്മൾ കണ്ട സെലിബ്രിറ്റീസ് ആയിട്ടുള്ള കുട്ടികളും പാട്ടിൻ്റെ വിവിധ മേഖലകളിൽ പറ്റി പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് കിട്ടിയ ഒരു സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് വളരെ സീനിയറായിട്ടുള്ളൊരു ഗുരുവായിട്ട് ഞാനിപ്പോൾ കരുതുന്ന എൻ്റെ ലാലു സുകുമാർ സർ. അദ്ദേഹം വളരെ ഡൗൺ ടു എർത്ത് പേഴ്സൺ പോലെയാണ്. വളരെ പണ്ട് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഗുരുക്കന്മാരെ പോലെ തന്നെ വളരെ നല്ലതായിട്ട് പഠിപ്പിക്കുന്നു. ഓരോ വാക്കുകളും അദ്ദേഹം കറക്റ്റായിട്ട് സ്ഫുടമാണ്. ഞാൻ പല പല സംശയങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കും. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ് എന്നെ. കാര്യം ഞാൻ ഒരു 10-25 വർഷങ്ങളായിട്ട് ഞാൻ പാടിക്കൊണ്ടിരിക്കുന്നൊരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് വളരെ കടന്ന രാഗങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത്, എങ്ങനെയാണ് രാഗങ്ങളുടെ സഞ്ചാരം പോകുന്നതെന്നൊക്കെ ക്ലാസ്സിൽ പകുതിയും ഞാൻ ചോദിക്കുമ്പോൾ അദ്ദേഹം വളരെ ക്ഷമയോടുകൂടി എനിക്ക് പറഞ്ഞു തരും. അങ്ങനെ ചോദ്യം ചോദിക്കുന്നതാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം വളരെ കംഫർട്ടബിളാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ. അതുപോലെ തന്നെ MJ മ്യൂസിക് സോണിലെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വളരെ പങ്ക്ച്വലായിട്ടുള്ള ഒരു നല്ലൊരു മ്യൂസിക് പ്ലാറ്റ്ഫോമാണെന്ന് ഞാനിത് വിചാരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വക ഒരു ബിഗ് സല്യൂട്ട്. അതേപോലെ തന്നെ ഇനിയും ഒരു കച്ചേരി വരെ നടത്താനുള്ള പാകത്തിലേക്ക് എൻ്റെ പാട്ടുകൾ പോകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. നമസ്കാരം.